Hello? Hello? Hello, Miss Suvarna. Hello? Good morning, all. Good morning, ma'am. Good morning. Good morning. Good morning, Good morning, ma'am. Good morning. Good morning, ma'am. Good Good morning. morning, ma'am. Good morning. ഓക്കെ ഇപ്പൊ എല്ലാവരും കഴിക്കുന്നു. കുറച്ചുപേരും കൂടെ എത്താറുണ്ടല്ലോ ക്ലാസ്സിലല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണേ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് ആണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലെ? അപ്പൊ അതിന്റെ ഒരു കുറച്ച് കണ്ടിന്യൂഷനും കൂടി, ഒരു കുറച്ച് ഭാഗം കൂടി ഇന്നത്തെ ഒരു ക്ലാസ്സോടുകൂടി നമുക്ക് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്നുള്ള ഒരു ചാപ്റ്റർ തീരുന്നതാണ്. അപ്പൊ ജസ്റ്റ് ഫസ്റ്റ് തുടങ്ങിയ ഒന്നും കൂടി റിവൈസ് ചെയ്യണ്ടേ നമുക്ക്? അല്ലെങ്കിൽ ആ ഒരു എൻഡിങ് പറയുമ്പോ ചിലപ്പോൾ ഫസ്റ്റ് ചിലപ്പോൾ മറന്നുപോയ ആൾക്കാരുണ്ടാവും. ഡേ ടു ഡേ ആയിട്ട് അത് ഫോളോ ചെയ്യുന്നവർക്ക് ഓർമ്മയുണ്ടാകും. എന്നാലും ഫസ്റ്റ് തുടങ്ങിയൊന്ന് നമ്മൾ എവിടം വരെ എടുത്തു എന്നുള്ളതൊന്നും കൂടി റിവൈസ് ചെയ്യുന്നതാണ് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഒരു പോർഷനും കൂടിയാണ് നമുക്ക്
ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിന്റെ ഭാഗത്തുനിന്ന് ഇന്ന് എടുക്കാനുള്ളത്. ഓക്കെ, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും മ്യൂട്ട് ചെയ്യുക. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലാസ്സിന് ശേഷം ഒന്ന് ചോദിക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഡൗട്ട്സ് ചോദിക്കുമ്പോഴേ നമുക്ക് മറ്റുള്ളവർക്ക് കൂടെ അതൊരു ഡിസ്റ്റർബ് ആവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ഫസ്റ്റ് പറഞ്ഞു ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് അല്ലെ. നമ്മൾ പറഞ്ഞു ഒരു രോഗിയെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കെയർ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യൽ കെയറുകൾ കിട്ടുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുക, ഒരു പേഷ്യൻസിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ഇൻട്രൊഡക്ഷൻ തുടങ്ങി. ടീച്ചർ ഒന്നും കൂടി റിവൈസ് ചെയ്യാനായിട്ട് എന്നാലും നമുക്ക് ആ എൻഡിങ്ങിലോട്ട് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ എന്താ പറഞ്ഞത്? ഇൻട്രൊഡക്ഷനിൽ നമ്മള് മെയിൻ ആയിട്ട് പറഞ്ഞു ഇൻട്ര ആൻഡ് ഇന്റർ പേഷ്യന്റ് ട്രാൻസ്ഫർ അല്ലെ. അതാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ട്രാൻസ്ഫേഴ്സ്. ഇൻട്ര ആൻഡ് ഇന്റർ. ഇന്റർ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സാമ്പിൾ എന്താ പറയാ, ഉള്ളിൽ തന്നെ അല്ലെ. ഇപ്പോ ജനറൽ വാർഡ് ടു ICU എന്നൊക്കെ പറഞ്ഞത് ഏതായിരുന്നു? ഇന്റർ ആണ് അല്ലെ. ഇനി ഇന്റർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞ, വേറൊരു ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഫെസിലിറ്റി ആയിട്ടുള്ള അങ്ങനെയുള്ള മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ഇന്റർ. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞത്, ഇന്റർ ഓർ ഇൻട്ര. നിങ്ങള് എക്സാമ്പിൾ നമ്മൾ ഇവിടെ പറഞ്ഞായിരുന്നല്ലോ, കണ്ടോ? ഇന്റേണൽ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ എന്താ പറയാ? ജനറൽ വാർഡ് ടു ICU. പിന്നെ എന്താ പറയുന്നത്? ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? എക്സ്റ്റേണൽ ട്രാൻസ്ഫർ അല്ലെ. അതായത് എന്താണ്? ഇൻട്ര. അതായത് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത് ജനറൽ ഹോസ്പിറ്റൽ ടു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ക്യാൻസർ സെന്റേഴ്സ് ഒക്കെ. ഓക്കെ, അപ്പൊ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരുന്ന പ്രധാനമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? സൗണ്ടിന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഇതിൽ പറയുന്നുണ്ട്. എന്തെങ്കിലും ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ഒന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് എന്താ ക്ലിയർ? ഓക്കെ, ഒന്ന് മ്യൂട്ട് ചെയ്തോട്ടെ. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തോ. നമുക്ക് ഒരാള് മ്യൂട്ട് മാറ്റുമ്പോഴേക്കും ഡിസ്റ്റർബ് ആവണുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇൻട്ര ഓർ ഇന്റർ. ക്ലിയർ ആണല്ലോ? അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ, ഇന്റർ ആൻഡ് ഇൻട്ര എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അവരെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. വെൽ ഡെവലപ്ഡ് കെയർ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ദ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ടു മെയിൻറ്റെയിൻ കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ അല്ലെ. മെയിൻറ്റെയിൻ കണ്ടിന്യൂറ്റി മെഡിക്കൽ കെയർ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക? ഒരു പേഷ്യന്റിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ഇനി നമ്മള് അതിന്റെ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് നോക്കിയായിരുന്നു അല്ലെ. ഓർമ്മയുണ്ടോ ഡെഫിനിഷൻ? ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ എന്റെ ഒപ്പം തന്നെ ഒന്ന് സ്ക്രീനിൽ ഒന്ന് വായിച്ചു പോണോ കേട്ടോ. ഡെഫിനിഷൻ നോക്കി. ട്രാൻസ്ഫർ ഈസ് ഡിഫൈൻഡ് ആസ് പ്രിപ്പയറിംഗ് പേഷ്യന്റ്, completing requisite records and shifting patient to another department within the hospital or to another hospital or home അല്ലെ. നമ്മൾ പറഞ്ഞു പേഷ്യന്റിനെ പ്രിപ്പയർ ചെയ്യുകയാണ്, കംപ്ലീറ്റ് റിക്വസൈറ്റ്സ് റെക്കോർഡ്സും അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിൽ നിന്നും അനദർ ഹോസ്പിറ്റലിലേക്ക് ആളെ എന്ത് ചെയ്യുക? ഷിഫ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുക? ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്ന് പറയുക. അതാണ് അതിന്റെ ഡെഫിനിഷൻ. പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കിയായിരുന്നു പർപ്പസ് അല്ലെ. എന്തിനൊക്കെ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? അതിന്റെ ഉദ്ദേശങ്ങൾ ഉണ്ടാവുമല്ലോ. വെറുതെ ഒരു വ്യക്തിയെ നമുക്ക് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. അപ്പൊ അതിനൊരു ഉദ്ദേശമുണ്ട്. അപ്പൊ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് നോക്കുന്നത്? ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റ്സുകളൊക്കെ നോക്കാം. എന്തിനൊക്കെയായിരുന്നു? നെസസറി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ, തുടർ ചികിത്സകളും അല്ലെങ്കിൽ രോഗനിർണയത്തിനുള്ള ടെസ്റ്റുകളൊക്കെ നടത്തുന്നതിന്. നെക്സ്റ്റ് എന്തായിരുന്നു? പ്രൊവൈഡ് ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ. ട്രീറ്റ്മെന്റും നഴ്സിംഗ് കെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ. നെക്സ്റ്റ് സ്പെഷ്യലൈസ്ഡ് കെയർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അല്ലെ. പിന്നെന്താണ്? അവൈലബിൾ ആയിട്ടുള്ള പേഴ്സണൽ സർവീസ് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി. പിന്നെന്തായിരുന്നു? ടു മാച്ച് സെവറിറ്റി ഓഫ് നഴ്സിംഗ് കെയർ ബേസ്ഡ് ഓൺ പേഷ്യന്റിന്റെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ പേഷ്യന്റിന്റെ പ്രോബ്ലംസിനനുസരിച്ചിട്ടുള്ള നീഡും കെയറും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത് നമ്മൾ പറഞ്ഞു ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് അല്ലെ. പ്രധാനമായിട്ടും 2 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഇനി റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ഇന്റേണലും എക്സ്റ്റേണലും അല്ലെ. നമ്മൾ പറഞ്ഞു ഇന്റേണൽ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ഒരു സെക്ഷനിൽ നിന്ന് മറ്റൊരു സെക്ഷനിലേക്ക് മാറ്റുന്നത് അല്ലെ. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാല്
ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുക. ഇത് നമ്മൾ കുറെ പോയിന്റുകൾ പറഞ്ഞായിരുന്നു. ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി അല്ലെ. ജസ്റ്റ് നിങ്ങൾ എന്നെ ഒന്ന് റീഡ് ചെയ്തേ ഓരോ പോയിന്റ്സുകളില്ലേ. നിങ്ങൾ എന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കട്ടോ. ഒരു 5 മിനിറ്റ് ടൈം തരാം, ഒന്ന് വായിച്ചു നോക്കണേ. ഓക്കെ, നിങ്ങളാ പോയിന്റ്സ് ഒന്ന് വായിച്ചില്ലേ? നെക്സ്റ്റ് എക്യുപ്മെന്റ് നെസസറി അല്ലെ, എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് വേണ്ടതെന്നാണ് നമ്മള് നോക്കാൻ പോകുന്നത് കേട്ടോ. ആരെങ്കിലും ഒരാളൊന്ന് ആ പോയിന്റ്സ് ഒന്ന് വായിക്കാമോ? 5 പോയിന്റ്സ് ഉണ്ട് അല്ലെ? വായിക്കാം മാം. വീൽചെയർ or stretcher, identification labels, patient's belongings, x-rays, investigation reports, patient's record and file, cardiac monitoring if required. എക്യുപ്മെന്റ്സ് അല്ലെ. ഇത് നമ്മള് ട്രാൻസ്ഫർ ടു ആൻ എക്സ്റ്റൻഡ് കെയർ ഫെസിലിറ്റി. ത്രോട്ട് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് കൂടി കുറച്ച് വായിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് സഹകരിക്കണം കേട്ടോ, കോപ്പറേറ്റ് ചെയ്യണേ. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ട്രാൻസ്ഫർ ടു ആൻ എക്സ്റ്റൻഡ് കെയർ ഫെസിലിറ്റി ആണ് നമ്മൾ നോക്കിയത് അല്ലെ. എന്നാൽ നമ്മള് മെയിൻ ആയിട്ട് പറഞ്ഞത് എന്തായിരുന്നു? ഫിസിഷ്യന്റെ ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ഓർഡർ വേണം അല്ലെ, കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ഓർഡർ വേണം. പിന്നെന്താ പറഞ്ഞത്? അതിനകത്ത് പേഷ്യന്റിന്റെ ഡയഗ്നോസ്റ്റിക് സമ്മറി അല്ലെങ്കിൽ ഡ്രഗ് റെജിമെന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ. ഇപ്പൊ ഡയറ്റ്, ഫിസിയോതെറാപ്പി ഓൾറെഡി ചെയ്യുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഫിസിയോതെറാപ്പിയുടെ ഡീറ്റെയിൽസ് വേണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾക്കൊള്ളിക്കുക. പിന്നെ എന്താ പറയുന്നത്? ഹോസ്പിറ്റലിന്റെ ബിൽസ് ഒക്കെ എന്തെങ്കിലും സെറ്റിൽമെന്റ് ചെയ്യാനുണ്ടെങ്കിൽ ബിൽസ് സെറ്റിൽമെന്റ് ചെയ്തു കൊടുക്കുക. ഇനി നമ്മൾ പറഞ്ഞു 2 കോപ്പി വെക്കണ കാര്യം പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടോ എല്ലാവർക്കും അല്ലെ? നമ്മൾ പറഞ്ഞു ഒരു കോപ്പി എന്ത് ചെയ്യുക, ആ ഹോസ്പിറ്റലിൽ തന്നെ പേഷ്യന്റിന്റെ ചാർട്ടിനൊപ്പം അറ്റാച്ച് ചെയ്യണം. ഒരു കോപ്പി എന്ത് ചെയ്യുക, നമ്മള് ട്രാൻസ്ഫർ ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് ഒരു കോപ്പി അയക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എക്സ്റ്റൻഡഡ് കെയറിൽ പുറത്തേക്കുള്ളതിനകത്ത് വരുന്നത് കേട്ടോ. ഇത് നമ്മള് കീ എലമെന്റ്സ് പറഞ്ഞായിരുന്നു അല്ലെ. അതായത് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻസിലെ കീ എലമെന്റ്സിൽ വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. നമ്മൾ പറഞ്ഞു ഇപ്പോ രോഗിയെയും അല്ലെങ്കിൽ ഈ ജീവനക്കാരെയും അപകട സാധ്യതകളിലേക്കൊക്കെ അല്ലെ നമ്മൾ പറഞ്ഞു, ക്രിട്ടിക്കല് റിസ്ക് വരുന്ന ആ ഒരു സന്ദർഭങ്ങളിൽ നിന്ന് വിധേയരാകുന്നതിനുള്ള ഒരു റിസ്ക് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞു ആ ഒരു തീരുമാനം എടുക്കുന്നത് ആരാണ്? ഒരു മുതിർന്ന സീനിയർ ഡോക്ടർ ആയിരിക്കും അല്ലെ, സീനിയർ കൺസൾട്ടന്റ് ആണ് ഇങ്ങനെയുള്ളൊരു തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ആ ഒരു ചർച്ച ചെയ്തിട്ട് ആ ഒരു സീനിയർ ഡോക്ടറാണ് പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ഇന്ന് നമ്മൾ പറഞ്ഞു ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് എന്ത് വേണം? ഒരു രേഖാമൂലമുള്ള ഒരു ഇത് വേണം അല്ലെ, റിട്ടേൺ ആയിട്ടുള്ള ഡോക്യുമെന്റ് വേണം. പിന്നെ നമ്മൾ പറഞ്ഞു ട്രാൻസ്ഫർ രീതി, ടൈം, പിന്നെ എന്താണ് ആ ഒരു ക്രിട്ടിക്കൽ, ഇപ്പോഴത്തെ ക്ലിനിക്കൽ എങ്ങനെയുള്ള ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥ എങ്ങനെയൊക്കെയാണെന്നുള്ളൊരു സമ്മറി ആയിട്ടും വേണം. അത്രയും കാര്യങ്ങളാണ് നമ്മൾ കീ എലമെന്റ്സിൽ പറയുന്നത് കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞു പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ പറഞ്ഞു അല്ലെ. ഇവിടെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ABCD എന്നൊക്കെ പറഞ്ഞു, ഓർമ്മയുണ്ടോ? എ എന്ന് പറയുമ്പോൾ എയർവേ പറഞ്ഞു, airway, breathing, circulation, neurological status. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓർമ്മയൊക്കെ ഉണ്ടല്ലേ? കുറച്ചു പേർക്കൊക്കെ ഓർമ്മയുണ്ട് കേട്ടോ, ഓർമ്മയുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാരും ഒന്ന് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ.
അപ്പൊ നമ്മള് മെയിനായിട്ട് എയർവേയുടെ അങ്ങനെ പറഞ്ഞു അല്ലെ. എയർവേ നമ്മൾ എന്തെന്നാ പറഞ്ഞത്? എയർവേയിലാണ് നമ്മൾ പറഞ്ഞത് എൻഡോട്രയാക്കൽ ട്യൂബിന്റെ കാര്യം പറഞ്ഞു. endotracheal tube, Endotracheal ETT tube. ETT. നിങ്ങൾ മ്യൂട്ട് ചെയ്തോട്ടാ. ടീച്ചർ ചോദിക്കുമ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ആൻസർ ഒന്ന് എനിക്കൊരു ഫോളോ അപ്പ് കിട്ടണ്ടേ. അപ്പൊ അതിന് വേണ്ടി ആൻസർ ചെയ്യാട്ടോ. എല്ലാവരും കൂടി പറയുന്നത് ഡിസ്റ്റർബും ആവരുത് കേട്ടോ ക്ലാസ്സിന്റെ ഇടയിൽ. ഓക്കെ, നമ്മള് എൻഡോട്രയാക്കൽ ട്യൂബ് പറഞ്ഞല്ലോ അല്ലെ. അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ട്യൂബും പറഞ്ഞു അല്ലെ. ETT എന്ന് വെച്ചാല് വായിൽ കൂടി നമ്മൾ ട്യൂബ് ഇടുന്ന പേഷ്യൻസ് അല്ലെ. ഫുഡ് ഒട്ടും തന്നെ കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പേഷ്യൻസിനാണ് ഇങ്ങനെയുള്ള ട്യൂബ് ഇടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെയാണ് എന്തിൽ വരുന്നത്? എയർവേയിൽ വരുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. ഇത് നമ്മള് ബ്രീത്തിങ്ങിൽ പറഞ്ഞു. ബ്രീത്തിങ്ങിൽ എന്താണ് മെയിൻ ആയിട്ട് പറഞ്ഞത് നമ്മള്? അതെ, ന്യൂമോതൊറാക്സിന്റെ പറഞ്ഞു അല്ലെ. ടീച്ചറൊക്കെ കണ്ടത് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ പറഞ്ഞു. ശ്വാസകോശത്തില് എന്താണ് ഒരു ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറഞ്ഞൊരു അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഘടിപ്പിക്കുന്നത് അല്ലെ. അത് എന്തിനു വേണ്ടിയിട്ട് എന്താ പറഞ്ഞത്? ശ്വസന പ്രവർത്തനങ്ങള് സംരക്ഷിക്കുന്നതിനായിട്ട് അതിനകത്തുള്ള ഒരു പദാർത്ഥങ്ങളൊക്കെ വായു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അധികമായിട്ട് ശ്വാസകോശത്തിൽ ഉണ്ടെങ്കിൽ അതിനൊക്കെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് അവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അതാണ് നമ്മൾ ബ്രീത്തിങ്ങിൽ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ സർക്കുലേഷൻ പറഞ്ഞായിരുന്നു അല്ലെ. സർക്കുലേഷനിൽ നമ്മൾ പറഞ്ഞു എന്താ പറഞ്ഞത്? 2 വൈറ്റ് ബോർ അല്ലെ. ഇൻട്രാടാവൽസ് ഘടിപ്പിക്കുക. പിന്നെ എന്ത് പറഞ്ഞു? ഇതിനു വേണ്ടിയിട്ടാണ് മരുന്ന് സ്വീകരിക്കുന്ന 2 കനാലുകൾ അല്ലെ. അതല്ലേ കാനൽസ് ഉണ്ടാവണം എന്ന് പറഞ്ഞില്ലേ? കാനൽസിന്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നല്ലേ? ഓക്കെ, ഡിസ്റ്റർബ് ആവണുണ്ടോ മറ്റുള്ളവർക്ക്? എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണോട്ടാ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഡിസബിലിറ്റി ഓഫ് ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്. അവിടെയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത്. GCS അല്ലെ. ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. ഷുവർ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. GCS ചിലപ്പോൾ ഫുൾ ഫോം ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തരത്തില് എന്തായാലും ഗ്ലാസ്ഗോ എന്നുള്ളൊരു സെക്ഷനിൽ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. GCS അല്ലെ, ഗ്ലാസ്ഗോ കോമ സ്കെയിൽ അല്ലെ. അത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഓരോ ചലനങ്ങളും അല്ലെ. നമ്മൾ പറഞ്ഞു കണ്ണിന്റെ ചലനം ഉണ്ടാവാം, ഫിസിക്കൽ മോട്ടോ അല്ലെ, അങ്ങനെയുള്ള ഓരോ ചലനങ്ങളും മോണിറ്ററിന്റെ സഹായത്തോടു കൂടി നിരീക്ഷിക്കുന്നതിനുള്ളൊരു എക്യുപ്മെന്റ് ആണ് ഈ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്നോട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നമ്മള് മോഡ് ഓഫ് ട്രാൻസ്ഫർ അല്ലെ. എങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയുള്ള ട്രാൻസ്പോർട്സുകളാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ മെയിൻ ആയിട്ട് പറഞ്ഞത് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടും പറഞ്ഞു. പിന്നെ എന്താണ്? എയർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ, എയറോപ്ലെയിൻ, ആംബുലൻസ് ഒക്കെ പറഞ്ഞു അല്ലെ. നമ്മൾ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ പറഞ്ഞത് എന്തായിരുന്നു? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംബുലൻസ് ഉണ്ട്. അതിനകത്ത് മെയിൻ ആയിട്ട് 3 ടൈപ്പാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ബേസിക് ലൈഫ് സപ്പോർട്ട്, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട്, MICU. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ബേസിക്കലി നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു വിത്തൗട്ട് ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻ അല്ലെ, അങ്ങനെയുള്ളൊരു വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിലല്ല എന്നുള്ളൊരു അങ്ങനെയുള്ളൊരു പേഷ്യൻസിനാണ് നമ്മൾ ബേസിക് ലൈഫ് സപ്പോർട്ട്. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് നമ്മൾ പറഞ്ഞു കുറച്ചും കൂടി, അതായത് എൻഡോട്രയാക്കൽ ട്യൂബ് ഒക്കെ ഇട്ട പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളതും അല്ലെങ്കിൽ കാർഡിയാക് മോണിറ്ററിങ്, ഡിഫിബ്രിലേഷൻ അഡ്മിനിസ്ട്രേഷൻ. ഡിഫിബ്രിലേഷൻ ഓർമ്മയുണ്ടോ പറഞ്ഞത്? ഹൃദയ സംബന്ധമായ ക്രമക്കേട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓർമ്മയൊക്കെ ഉണ്ടല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോ അതാണ് ഡിഫിബ്രിലേഷൻ, ഹൃദയമിടിപ്പ് അല്ലെങ്കിൽ ഹൃദയമിടിപ്പിന്റെ ഒരു ക്രമക്കേടുകൾ, അങ്ങനെയുള്ള ഡിസീസസ് ഉള്ളവർക്കൊക്കെ അങ്ങനെയുള്ളവർക്കാണ് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് നമ്മള് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞു MICU. MICU എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു വേണ്ടിയിട്ടായിരുന്നു കൂടുതലായിട്ട് പറഞ്ഞത്. സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ് ഉണ്ട് അല്ലെ. പിന്നെ എന്താണ്? കോമ്പിനേഷൻ വിത്ത് റിട്രൈവൽ ടീംസ് ഡെവലപ്ഡ് കൺട്രീസിലാണ് കൂടുതലും MICU ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി എയർ ട്രാൻസ്പോർട്ട് നമ്മൾ പറഞ്ഞല്ലോ കൂടുതലും എവിടെയാണ്? സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയർ ആണ്, ഡെവലപ്ഡ് കൺട്രീസിലാണ് എന്ത് ഉപയോഗിക്കുന്നത്? എയർ ട്രാൻസ്പോർട്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം ട്രോമ പേഷ്യൻസിനുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഈ കൂടുതലും എന്താണ്? പറഞ്ഞോ. മയോകാർഡിയൽ ഇൻഫ്രാക്ഷനും. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം മെയിൻ ആയിട്ട് വേറെ ഒരു പോയിന്റ് പറഞ്ഞത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? കൂടുതലായിട്ടും എയർ ട്രാൻസ്പോർട്ട് ഓർഗൻ ട്രാൻസാക്ഷൻ. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആയിട്ട് എയർ ട്രാൻസ്പോർട്ടിന്റെ. നമ്മൾ പറഞ്ഞില്ലേ അവയവങ്ങളൊക്കെ മാറ്റി വെക്കുമ്പോ ആ ശസ്ത്രക്രിയ എന്താണ് ഇത്ര ടൈമിനുള്ളിൽ
ഇപ്പൊ ഹൃദയം മാറ്റി വെക്കലൊക്കെ ഇല്ലേ, അതിനൊക്കെ ഒരു ടൈമിംഗ് ഉണ്ട്. ആ ടൈമിനുള്ളിൽ ആ സർജറി നടന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് സക്സസ് ആവണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമ്മൾ ഗ്രാൻഡ് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നതിന് കൂടുതൽ ഏതായിരിക്കും നല്ലത്? എയർ ട്രാൻസ്പോർട്ട് എയർ ആയിരിക്കും. ട്രാൻസ്പോർട്ട്. Air transport. അത്രയും ഫാസ്റ്റ്ലി എത്തുവാൻ വേണ്ടി, അല്ലെങ്കിൽ അത്രയും ഫാസ്റ്റ് ആയിട്ട് ഈ അവയവങ്ങൾ എത്തിച്ചിട്ട് അതിന്റെ സർജറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് എയർ ട്രാൻസ്പോർട്ട് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇന്ന് നമ്മൾ നെക്സ്റ്റ് കുറച്ച് 4 പോയിന്റ്സ് പറഞ്ഞായിരുന്നു അല്ലെ? the patient who are more likely to get benefit. എയർ ട്രാൻസ്പോർട്ട് ആർക്കൊക്കെയാണ് ബെനിഫിറ്റ് ആവണേന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഇപ്പൊ ട്രോമ പേഷ്യൻസ്, പിന്നെ പറഞ്ഞു ചെസ്റ്റ് ഇഞ്ചറീസ്, മൾട്ടി സിസ്റ്റം, പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു കൊറോണറി സിൻഡ്രോം അല്ലെ? പിന്നെ പറഞ്ഞു ഇൻട്രാ-എയറോട്ടിക് ബലൂൺ പമ്പ്. ഓർമ്മയുണ്ടോ? അതൊക്കെ ഓർമ്മയുണ്ടാവുന്ന വിചാരിക്കട്ടാ. ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് എടുക്കാനുള്ള ടൈപ്പ് കിട്ടില്ല കേട്ടോ. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടത്. പിന്നെ എന്താ പറഞ്ഞത്? ഹൈ റിസ്ക് മെഡിക്കൽ ഓർ സർജിക്കൽ പേഷ്യന്റിന് അല്ലെ? ഹൈ റിസ്ക് ഉള്ള പേഷ്യൻസിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മള് നെക്സ്റ്റ് എന്തായിരുന്നു പറഞ്ഞത്? Accompanying the patient. അക്കമ്പൈനിങ് പേഷ്യന്റ് അല്ലെ? മെയിൻ ആയിട്ട് നമ്മൾ 4 ലെവൽസ് ആണ് പറഞ്ഞത് അല്ലെ? 0, 1, 2 and 3 നമ്മൾ പറഞ്ഞു. ആ ഓർഡർ പോലെ തന്നെയാണ് ആ പേഷ്യൻസിന്റെ ലെവലുകൾ അല്ലെ? 0-ൽ എന്താണ്? വലിയ എന്താണ്, വാർഡ് തലത്തിൽ തന്നെ നമുക്ക് തന്നെ സ്വയം നിയന്ത്രിക്കാം അല്ലെ? നോർമലി അക്കമ്പൈൻഡ് സ്പെഷ്യലൈസ്ഡ് പേഴ്സൺ അല്ലെ? അത്ര പ്രശ്നമൊന്നും ഇല്ലാത്തൊരു ലെവലാണ് ഇത് ലെവൽ 0. ലെവൽ 1 എന്ന് പറയുമ്പോൾ എന്തായി? ട്രാൻസ്ഫർ കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആണ് 1 എന്ന് പറയുന്നത് അല്ലെ? 1-ൽ എന്താണ്? എന്തെങ്കിലും ഒരു ക്രമീകരണത്തിൽ ഒരു പാരാമെഡിക്കലും വേണം, പിന്നെ ആര് വേണം എന്ന് പറഞ്ഞു? ഒരു വേണം. ഓക്കെ, 0-ൽ നമുക്ക് ഈ പറഞ്ഞ ആരുടെയും ആവശ്യമൊന്നും ഇല്ല. ഇനി 2-ൽ വരുമ്പോൾ എന്തായി? പേഷ്യന്റ് നീഡ് ഒബ്സർവേഷൻ. മ്യൂട്ട് ചെയ്തോട്ടാ, ഒരാള് വരുമ്പോ ഡിസ്റ്റർബ് വരുതേ. സിംഗിൾ ഓർഗൻ ഫെയിലിയർ വരുമ്പോഴാണ് ലെവൽ 2-ൽ വരുന്നത്. ലെവൽ 3 എന്ന് പറയുമ്പോൾ എന്തായി? സിംഗിൾ അല്ല, അവിടെ കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു 2 ഫെയിലിംഗ് ഓർഗൻ സിസ്റ്റം വരുന്നതാണ് ലെവൽ 3 എന്ന് പറയുന്നത്. കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിട്ട് നമ്മള് ആ ഒരു നമ്പേഴ്സ് പോകുന്നത് പോലെ തന്നെ 0 എന്ന് വെച്ചാൽ വലിയ അത്ര പ്രശ്നമൊന്നുമില്ല. എക്സാമിനപ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ ഓരോ സിറ്റുവേഷൻ തരാം അല്ലെ? ഓരോ പേഷ്യന്റിന്റെ സിറ്റുവേഷൻ നോക്കിട്ട് ആ പേഷ്യന്റ് ഏത് ലെവലിലുള്ള ഒരു പേഷ്യന്റ് ആണെന്ന് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഓരോ ലെവലും എങ്ങനത്തെയാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം കേട്ടോ. വേറെ ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഓരോ 1-ൽ വരുമ്പോൾ അല്ലെങ്കിൽ 2-ൽ വരുമ്പോൾ 3-ൽ വരുമ്പോൾ ക്രിട്ടിക്കൽ ആയിട്ട് കൂടി വരുന്നത് മാത്രം ഒന്ന് ഓർക്കാൻ വേണ്ടി കേട്ടോ. ഓക്കെ, ഇത് നമ്മള് എക്യുപ്മെന്റ് ഡ്രഗ്സ് ആൻഡ് മോണിറ്ററിംഗ്. ഇതിന്റെ 2 പോയിന്റ് വെച്ചാണ് നമ്മൾ നിർത്തിയത് അല്ലെ? അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞത് എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, അതെ അതെ. ഓക്കെ. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? പ്രോപ്പർ ഇൻസ്പെക്ഷൻ വിത്ത് നമ്മൾ പറഞ്ഞു ലെവല് 1, 2, 3. ക്രിട്ടിക്കൽ കെയർ ആവശ്യമുള്ള എല്ലാ രോഗിയെയും കൈമാറ്റം ചെയ്യുന്നത് എന്താണ്? എല്ലാ തരത്തിലുള്ള മെഡിസിൻസും പിന്നെന്താണ്? മോണിറ്ററിംഗ് അല്ലെ? വ്യവസ്ഥകളോട് കൂടിയ ശരിയായിട്ടുള്ള ഒരു പരിശോധന കാര്യങ്ങളും എല്ലാം പ്രിപ്പയർ ആയിരിക്കണം. ഓക്സിജൻ വെന്റിലേഷൻ അല്ലെ? അങ്ങനെയുള്ള എല്ലാം എന്ത് സെറ്റ് ആയിട്ടിരിക്കണം. ഓക്കെ. രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്താണ്? ഇൻഫ്യൂഷൻ മരുന്നുകളുടെ കാര്യം പറഞ്ഞല്ലോ. ഓക്കെ, ഇൻഫ്യൂഷൻ ഡ്രഗ്സ് അല്ലെ? ഇൻഫ്യൂഷൻ ഡ്രഗ്സ് എന്ന് പറഞ്ഞാല് അല്ലെ, ഞാൻ പറഞ്ഞില്ലേ പുനരുജ്ജീവിപ്പിക്കുന്ന പെട്ടെന്ന് തന്നെ വേദന അല്ലെ മറ്റൊരു തരത്തിലുള്ള അങ്ങനെയുള്ള ഡ്രഗ്സിനെയാണ് നമ്മൾ ഇൻഫ്യൂഷൻ ഡ്രഗ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നമ്മള് ഓക്കെ ഇൻഫ്യൂഷൻ ഡ്രഗ്സ് അല്ലെ? പിന്നെ നമ്മൾ പറഞ്ഞു അപ്പോ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു ഇൻഫ്യൂഷൻ മരുന്നുകള് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ എന്താണ്? എല്ലാ പരിശോധനകളും എല്ലാ ടെസ്റ്റുകളും നടത്തണം. എങ്ങനെയാണ് ആ ഒരു പേഷ്യന്റിന്റെ സ്റ്റേജ് എന്ന് അറിയണ്ടേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. ഓക്കെ, ഇത് നമ്മള് നെക്സ്റ്റ് 3-ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങളൊന്ന് വായിച്ചു പോകുക. ചിലപ്പോൾ ഓക്കെ, നമ്മള് 3-ാമത്തെ പോയിന്റ് തുടങ്ങി. ഇൻഫ്യൂഷന്റെ മീനിങ് ഒന്ന് പറഞ്ഞു തരാവോ? ക്ലാസ്സിലില്ലായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, ഇൻഫ്യൂഷൻ ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിനുള്ള ഇപ്പൊ പെയിൻ കില്ലറൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ പെട്ടെന്നായിട്ട് പുനരുജ്ജീവിപ്പിക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ തന്നെയാണ് ഇൻഫ്യൂഷൻ ഡ്രഗ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് 3-ാമത്തെ പോയിന്റിലേക്ക് പോണേ കേട്ടോ. ഓക്കെ, 3-ാമത്തെ പോയിന്റ് ആണ്
The minimal standard of inspection suggested for patient transfer include uninterrupted electrocardiogram inspection, non-invasive blood pressure, oxygen saturation, and temperature. Non-invasive blood pressure may be notably affected to the motion artifact, so it may be cautious to use invasive blood pressure inspection to selected subset of patient. നിങ്ങൾക്ക് കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ട് തോന്നാട്ടോ, കുഴപ്പമില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഒരു മീനിങ് ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇങ്ങനെ കുറച്ച് കേൾക്കാത്ത കുറെ വേർഡ്സുകളൊക്കെ വരുന്നിട്ടുണ്ട് അല്ലെ. വേറെ ഒന്നുമില്ല, ഒരു കോഡ് നമുക്ക് നോക്കാം. അതായത് മിനിമൽ സ്റ്റാൻഡേർഡ് ഓഫ് ഇൻസ്പെക്ഷൻ അല്ലെ. അതായത് രോഗിയുടെ കൈ, നിങ്ങൾ ആ മലയാളം മീനിങ് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ആ പോയിന്റ് എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കണം. കാരണം നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണല്ലോ. അപ്പൊ ആ നിങ്ങൾക്ക് കേൾക്കാത്ത കുറെ വേർഡ്സുകളൊക്കെ ഇല്ലേ, ആ ടേമുകൾ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ, ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഓക്കെ. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് രോഗിയുടെ ട്രാൻസ്ഫറിനായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ള കുറഞ്ഞ പരിശോധനകളിൽ അല്ലെ, അതായത് മിനിമം ആയിട്ടുള്ള എല്ലാ സ്റ്റാൻഡേർഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യുമല്ലോ, അങ്ങനെയുള്ള പരിശോധനയിൽ ഇലക്ട്രോകാർഡിയോഗ്രാം, ECG കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും. ഇങ്ങനെ കേട്ടപ്പോ പെട്ടെന്ന് ക്ലിക്ക് ആയിട്ടുണ്ടാവില്ല അല്ലെ. ഇലക്ട്രോകാർഡിയോഗ്രാം, ECG ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള ECG കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, വേണം, അത്യാവശ്യമാണ്. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണത് ECG എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ECG അതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നു, ഇതുബലായിട്ടുള്ളത്. ഇനി ഈ ഇന്റർപ്രറ്റഡ് ഇലക്ട്രോകാർഡിയോഗ്രാഫി, നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ. നോൺ ഇൻവാസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, ആക്രമണകാരിയല്ല എന്നൊക്കെ പറയില്ലേ. അപ്പോ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, ആക്രമണാത്മകമല്ലാത്ത രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഓക്സിജൻ നാച്ചുറൈസേഷൻ, താപനിലയും പിന്നെന്താണ് രക്തസമ്മർദ്ദത്തെ ചലനങ്ങളിലൊന്നും പ്രശ്നം ബാധിക്കുന്നില്ല എന്ന്. ഈ ഓക്സിജൻ സാച്ചുറേഷൻ, ഇലക്ട്രോകാർഡിയോഗ്രാം ക്ലിയർ ആണല്ലോ. ECG എന്ന് പറയുന്നത്, ECG എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ഒരു ആംബുലൻസിന് വേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് അല്ലെ. നമ്മളുടെ എന്താണ് ECG എന്തിനു വേണ്ടിയിട്ടാണ്, ഹൃദയത്തിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ വൈദ്യുത ഒരു ഇലക്ട്രിക് ആയിട്ടുള്ള സിഗ്നലുകൾ വഴിയാണ് നമ്മൾ രേഖപ്പെടുത്തുന്ന ഒരു ഉപകരണമാണ് എന്ന് പറയുക ECG കേട്ടോ. ഇനി അതായത് ഹൃദയത്തെ ബാധിച്ചിരിക്കുന്ന വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള വ്യതിയാനങ്ങളൊക്കെ കാണുന്നതിന് അല്ലെങ്കിൽ അളക്കുന്നതിനാണ് ECG ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാല് അതായത് വലിയ പ്രശ്നങ്ങളില്ലാത്ത പ്രഷറുകളില്ലേ, അതായത് ആക്രമണകാലാത്മ രക്തസമ്മർദ്ദം. ഇനി പറഞ്ഞത് ഓക്സിജൻ സാച്ചുറേഷൻ അല്ലെ. അതെന്താണെന്ന് അറിയില്ലല്ലോ. ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, വേറെ എന്താണ്, നമ്മളുടെ മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ ഓക്സിജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു കൃത്യമായിട്ടുള്ള അളവുണ്ട് അല്ലെ. ഇപ്പൊ നമ്മള് ഷുഗർ പ്രഷർ ഒക്കെ ടെസ്റ്റ് ചെയ്യില്ലേ, അതിനൊക്കെ എന്താണ് നോർമൽ ആയിട്ടുള്ള ഒരു അളവ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൽ കൂടാനും പാടില്ല, അതിൽ കുറയാനും പാടില്ല. അതുപോലെ സെയിം എന്താണ് ഓക്സിജൻ, നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ബ്ലഡിൽ ഓക്സിജന്റെ അളവുണ്ട് അല്ലെ. അപ്പൊ അതും ഒരു വളരെ കൃത്യനിഷ്ഠമായിട്ടുള്ള ഒരു അളവാണ്. നമ്മൾ നോർമലി പറയുകയാണെങ്കിൽ ഒരു 96 to 100 ആണ് ഈ ഓക്സിജന്റെ അളവ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതിൽ താഴാനും പാടില്ല, ആ ലെവലിൽ കൂടാനും പാടില്ല. അങ്ങനെയാണ് ഓക്സിജന്റെ ഒരു അളവിൽ പറയുന്നത്. ഓക്കെ. ഇനി മെയിൻ ആയിട്ട് പറയുന്നത് ഓക്സിജൻ അളവ് എന്താണ്, 90 അതായത് 90% ഓക്സിജൻ കുറയാൻ പാടില്ല. നോർമൽ എന്ന് പറഞ്ഞാൽ 96 പക്ഷെ ആ ഒരു അളവിൽ കുറയാൻ പാടില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ വരുന്ന ആ ഒരു താപനില, അതിന്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല, താഴാൻ പാടില്ല അല്ലെ. അപ്പൊ അതിനാൽ രോഗികളുടെ എന്ത് ചെയ്യണം, ആ ഒരു രക്തസമ്മർദ്ദ പരിശോധന ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള പരിശോധന, അതാണ് ഈ നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ മേ ബി നോട്ടബിൾ അഫക്റ്റഡ് ബൈ മോഷൻ ആർട്ടിഫാക്ട്സ്. ഇറ്റ് മേ ബി കോഷൻ ടു യൂസ് ഇൻവാസീവ് പ്രഷർ ഇൻസ്പെക്ഷൻ സെലക്ടഡ് സബ്സെറ്റ് ഓഫ് പേഷ്യന്റ്. അങ്ങനെയുള്ള പേഷ്യൻസിന്റെ ഈ ഓക്സിജന്റെ അളവും അല്ലെങ്കിൽ ഈ ബ്ലഡ് പ്രഷർ പറഞ്ഞില്ലേ, അതിന്റെ അളവൊക്കെ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം, പരിശോധിക്കണം. ഇത്രയാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. മെയിൻ ആയിട്ട് എന്ത് ചെയ്യാ, ECG എന്ന് പറഞ്ഞ എക്യുപ്മെന്റ് അത്യാവശ്യമാണ്. പിന്നെ എന്താ പറയുക, ഓക്സിജൻ സാച്ചുറേഷൻ, അതായത് ഓക്സിജന്റെ ലെവല് കൃത്യമാണോ, ഈ 90 കുറയാൻ പാടില്ല. അങ്ങനെ കുറയണമെങ്കിൽ എന്ത് വേണം, ഓക്സിജൻ നൽകേണ്ടതായിട്ട് വരുമല്ലോ പേഷ്യന്റിന്, ഓക്സിജൻ നൽകുക. പിന്നെ നമ്മൾ പറഞ്ഞു ഇങ്ങനെയുള്ള എന്താണ് ആക്രമണാത്മകമായിട്ടുള്ളൊരു രക്തപരിശോധനകളൊക്കെ ഉപയോഗിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ വേർഡ് കാണുമ്പോൾ ഇത്തിരി സെന്റൻസ് കാണുമ്പോൾ ഇത്തിരി കട്ടിയായിട്ട് തോന്നും, പക്ഷെ എളുപ്പമാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരുന്നാൽ മതി. ഓക്സിജൻ സാച്ചുറേഷൻ ആ ടൈം ഒന്ന് ഓർത്തിരിക്കാം. പിന്നെ എന്താണ് ECG എന്ന് പറയുന്നത്, ഇലക്ട്രോകാർഡിയോഗ്രാം. ഓക്കെ.
നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് ഇതിൽ കൂടുതൽ എക്സാമ്പിൾ ഒന്നും പറയാൻ പറ്റില്ല, കാരണം സെയിം പോയിന്റിന്റെ മീനിങ് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്? ഓൾ ഇൻസ്പെക്ഷൻ. ഒരാളൊന്ന് വായിക്കാമോ പോയിന്റ്? എപ്പോഴും ഞാൻ തന്നെയല്ലേ വായിക്കുന്നത്, അപ്പൊ നിങ്ങൾ ഓരോരുത്തർ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. ആരാ വായിക്കുക? ഒരാൾ വായിച്ചോ? വായിക്കാം മാം. All the inspection equipment should be secured accurately and should be placed at below the level of the patient for interrupted inspection. The electrical devices must be functional on battery power with the provision of extra batteries during transfer. ഓക്കെ ഓക്കെ, മീനിങ് ഒന്ന് പറയാൻ പറ്റുമോ? വായിച്ച ആൾക്ക് ഐഡിയ കിട്ടിയോ? Okay ma'am, try ചെയ്യാം. ട്രൈ ചെയ്തോ? All the inspection equipment should be secured accurately and should be placed at the below level of the, അതായത് നമ്മൾ കൊണ്ടുപോകുമ്പോൾ കാർഡിയാക് മോണിറ്റർ, അതുപോലെ തന്നെ സാച്ചുറേഷൻ ഉള്ള, അതായത് കയ്യിലൊക്കെയാണ് സാധാരണ ഘടിപ്പിക്കാറ് സാച്ചുറേഷൻ ലെവൽ നോക്കുന്നതിന്. അതുപോലെയുള്ള എക്യുപ്മെന്റ്സ് എല്ലാം ബിലോ ദ ലെവൽ ഓഫ് ദ പേഷ്യന്റ് ആയിരിക്കണം ഫോർ ഇന്ററപ്റ്റഡ് ഇൻസ്പെക്ഷൻ. അതായത് കറക്റ്റായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കണം. പേഷ്യൻസിന്റെ ഇതിപ്പോ കാർഡിയാക് മോണിറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ഇന്ററപ്റ്റഡ് ആവാൻ പാടില്ല. കറക്റ്റ് വർക്കിംഗ് കണ്ടീഷനിലായിരിക്കും. ഇലക്ട്രിക്കൽ ഡിവൈസസ് മസ്റ്റ് ബി ഫങ്ഷണൽ ഓൺ ബാറ്ററി പവർ. ഇലക്ട്രിക്കൽ ഡിവൈസസ് ബാറ്ററി പവർ ഒക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. അത് ലോ ആയിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ററപ്ഷൻ വരുമല്ലോ. വിത്ത് ദ പ്രൊവിഷൻ ഓഫ് എക്സ്ട്രാ ബാറ്ററീസ് ഡ്യൂറിങ് ട്രാൻസ്ഫർ. നമ്മൾ എക്സ്ട്രാ ബാറ്ററിയും കൂടെ കരുതിയിരിക്കണം ഡ്യൂറിങ് ട്രാൻസ്ഫർ. ഓക്കെ, വെരി ഗുഡ്. നല്ല രീതിയിൽ പറഞ്ഞോ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ മതി. ഇത് പറഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ തന്നെ ഇയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ മെയിൻ ആയിട്ട് വരുന്നത് അല്ലെ. അതായത് നമ്മൾ പറഞ്ഞു ഒത്തിരി എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്പെക്ഷന്റെ അടിസ്ഥാനത്തിൽ കറക്റ്റ് ആയിട്ടുള്ള, അതായത് ലെവൽ ഓഫ് പേഷ്യന്റ് മോണിറ്ററും സംഭവങ്ങളൊക്കെ പേഷ്യൻസിന്റെ ലെവലിൽ ബിലോ ഓഫ് ദ ലെവലിലായിരിക്കണം സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇലക്ട്രിക്കൽ ഡിവൈസ് ആണല്ലോ ഇതൊക്കെ. ചില ഡിവൈസ് ഒക്കെ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡിവൈസ് സെറ്റ് ചെയ്യുക. ഈ ബാറ്ററി ഒക്കെ കറക്റ്റ് പ്രോപ്പർ ആണോ, അല്ലെങ്കിൽ വർക്കിംഗ് ആണോ, ബാറ്ററി ഫുൾ ചാർജ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം അല്ലെ. ഇൻ കേസ് പോകുന്ന വഴിക്ക് ചിലപ്പോൾ ബാറ്ററിയുടെ ചാർജ് തീർന്ന് ഈ എക്യുപ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഉപകരണം വർക്ക് ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അല്ലെ. അപ്പൊ അതിനുള്ള എക്സ്ട്രാ ബാറ്ററീസ് ഒക്കെ കരുതണം ആ ട്രാൻസ്ഫറിന്റെ സമയത്ത്. എല്ലാം വെൽ സെറ്റ് ആയിട്ട് മേടിക്കണം. എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് ഒരാളൊന്ന് വായിച്ച നെക്സ്റ്റ് പോയിന്റ്. വായിച്ചോ. Patients on ventilator must be shifted on portable transfer ventilators with the provision of display of alarms associated with tidal volume, airway pressure, inspiratory-expiratory ratio, inspired oxygen fraction and respiratory rate. നിങ്ങൾ ഐഡിയ ഉണ്ടാ? ഓക്കെ, അറിയാവുന്ന പോലെ പറഞ്ഞോ. പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമ്മളുടെ പ്രഷർ ലെവല്, പ്രഷറിന്റെ ആ റേഷ്യോ, അതിനകത്ത് എന്താ പിന്നെ ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി, നമ്മള് ശ്വാസോച്ഛ്വാസത്തിന്റെ റേഷ്യോ, ഇതെല്ലാം വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കാണാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പേഷ്യന്റിനെ. വെരി ഗുഡ് കേട്ടോ. നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നില്ലേ ഡിഫറെന്റ് ടൈപ്പിലുള്ള ആംബുലൻസുകൾ പറഞ്ഞപ്പോൾ ഡി ലെവൽ ആംബുലൻസ്, വെന്റിലേറ്റർ ആംബുലൻസ് എന്നുള്ളൊരു ടൈം പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടല്ലോ അവർക്ക്? അതായത് ഒരു ഹോസ്പിറ്റലില് ഇപ്പോ വെന്റിലേറ്ററിന്റെ റൂം എങ്ങനെയാണോ വെന്റിലേറ്ററിൽ ഒത്തിരി എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ആ ഒരു വെന്റിലേറ്ററിന്റെ റൂം എങ്ങനെയാണോ ഹോസ്പിറ്റലിലുള്ളത് അതേ സെയിം ആയിട്ട് ആ ഒരു റൂമിന്റെ ആ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് ഈ ആംബുലൻസിലും സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ആംബുലൻസ് ആണ് നമ്മൾ ഈ വെന്റിലേറ്റർ ആംബുലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
അങ്ങനെയുള്ള ആ ഒരു പേഷ്യൻസിനെയാണ് ഇങ്ങനെ വെന്റിലേറ്റർ ചെയ്ത് അതേ സെയിം വെന്റിലേറ്റർ പ്രൊസീജിയറിൽ കൂടി തന്നെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അവിടെ എന്തൊക്കെ വേണമെന്നാ പറഞ്ഞത്? ഡിസ്പ്ലേ ഓഫ് അലാറംസ് അല്ലെ, പറഞ്ഞ പോലെ ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ അല്ലെ, ശ്വാസോച്ഛ്വാസമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ റേഷ്യോസും ഓക്സിജൻ ഫ്രാക്ഷൻ അല്ലെ, റെസ്പിറേറ്ററി റേറ്റ് ഇതെല്ലാം അടങ്ങിയ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ആവശ്യമാണ്. പിന്നെ ഇങ്ങനെയുള്ള അലാറംസ് ഒക്കെ സെറ്റ് ചെയ്യണം. അലാറംസ് മീൻസ് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ മോണിറ്ററിംഗില് ഇതുപോലെ വേവ് ലെങ്ത് ഒക്കെ മാറുമ്പോ ഒരു സൗണ്ട്സ് ഒക്കെ വരില്ലേ? നമ്മള് ടിവിയിൽ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെ ചില അലാറം പോലെ ചില ഇങ്ങനെ ഒരു ടോണൊക്കെ ഉണ്ടാവില്ലേ? ഈ ഇപ്പൊ എന്തെങ്കിലും റേഷ്യോ കൂടുമ്പോഴോ അല്ലെങ്കിൽ ആള് കുറയുമ്പോഴോ അങ്ങനെയുള്ള ക്രിട്ടിക്കൽ ആയിട്ടൊക്കെ വരുമ്പോ അങ്ങനെയുള്ള അലാറങ്ങളൊക്കെ സെറ്റ് ചെയ്യും. അലാറം മീൻസ് പെട്ടെന്ന് തന്നെ നമുക്കത് എന്താക്കാൻ വേണ്ടിയിട്ടാണ് കണക്ട് ആവാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള അലാറംസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാട്ടോ. സ്പെഷ്യൽ കൺസിഡറേഷൻ. If the patient requires an ambulance to take him another facility, make arrangements for transportation with the Social Service Administration. സൗണ്ട് ഇത്തിരി കുറവാണെന്ന് തോന്നുന്നത്. നിങ്ങളും ഒന്ന് എന്റെ ഒപ്പം ഒന്ന് വായിക്കാട്ടെ. കുറച്ച് സ്ട്രെയിൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് അധികം സ്ട്രെയിൻ ചെയ്യാത്തത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളും ഒന്ന് ഒപ്പം ഒന്ന് വായിച്ചു പോകണം കേട്ടോ. ഓക്കെ, make sure that necessary equipment is gathered to provide care in the course of transport. ഓക്കെ, ഇപ്പൊ ഒരു ഇഫ് ദ പേഷ്യന്റ് അല്ലെ, ഇപ്പൊ ഒരു രോഗിക്ക് ആംബുലൻസിന്റെ ആവശ്യം ഉണ്ട് അല്ലെ, ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു സൗകര്യത്തിലേക്ക് അവരെ കൊണ്ടുപോകാനായിട്ട് കുറഞ്ഞതായിട്ടുള്ള അവരുടെ ഗതാഗത ക്രമീകരണങ്ങളും അല്ലെങ്കിൽ അവർക്ക് വേണ്ട സോഷ്യൽ സർവീസസ് സാമൂഹ്യപരമായിട്ടുള്ള എല്ലാ സർവീസസും നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെ, പ്രൊവൈഡ് ചെയ്യണം. ആ ഒരു ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ആംബുലൻസ് ഒക്കെ നമ്മൾ ഏത് ഹോസ്പിറ്റലിലാണോ പേഷ്യന്റ് ഇപ്പോ ഓൾറെഡി ട്രീറ്റ്മെന്റ് നടത്തുന്നത് ആ ഒരു ഹോസ്പിറ്റലായിരുന്നു എന്തെങ്കിലും ആംബുലൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ളൊരു അതൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കണം. ഒരു ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് തന്നെ ചെയ്ത് കൊടുക്കുക. അത്രയുമാണ് ഈ സ്പെഷ്യൽ കൺസിഡറേഷനിൽ പറയുന്നത് കേട്ടോ. ഇനി ഡോക്യുമെന്റേഷൻ കേട്ടോ. ഡോക്യുമെന്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, അതായത് റിട്ടേൺ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ ഡോക്യുമെന്റേഷനിൽ വരുന്നത് കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് 4 പോയിന്റ്സ് ആണ് ഡോക്യുമെന്റേഷനിൽ വരിക. നമുക്ക് ഡോക്യുമെന്റേഷന്റെ വായിക്കാം. ഓക്കെ, ഓരോരുത്തരായിട്ട് വായിക്കണം കേട്ടോ. 4 പോയിന്റുകളാണ്. ഇപ്പൊ വായിക്കാത്തവരുണ്ടാവുമല്ലോ, പറയാത്തവര്, എല്ലാവർക്കും ചാൻസ് വേണ്ടേ? അപ്പൊ നെക്സ്റ്റ് വായിച്ചോ. ഇതുവരെ ഒന്നും വായിക്കാത്ത ആരെങ്കിലും ഒരാളൊന്ന് വായിച്ച് പേര് എല്ലാവരുടെയും അങ്ങനെ വിളിക്കാൻ പറ്റില്ലല്ലോ, ഒത്തിരി പേരില്ലേ? വായിച്ചോ ഒരാള്. The authentication of patient transfer is most significant but often missed as part of transfer. ഓക്കെ, മീനിങ്ങും കൂടി ഒന്ന് പറഞ്ഞോ. അതായത് പേഷ്യന്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് സിഗ്നിഫിക്കന്റ് ആയിരിക്കും, പക്ഷെ ചില മിസ്സായി പോകുന്നു. as part of transfer, often missed as part of transfer. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു ഏറ്റവും മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത് പറയുക, ഒരു പേഷ്യന്റിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഓഫൻ മിസ്ഡ് ആസ് എ പാർട്ട് ഓഫ് ട്രാൻസ്ഫർ. പക്ഷെ ചില ടൈമില് എന്താ പറയുക, അതൊരു മിസ്ഡ് ചെയ്യുന്ന അതും ഒരു ട്രാൻസ്ഫറിന്റെ പാർട്ട് തന്നെയാണെന്നാണ് പറയുന്നത്. അതിനകത്ത് വേറെ മീനിങ് ഒന്നും മെയിൻ ആയിട്ട് വരുന്നൊന്നുമില്ല കേട്ടാ. അതാണ് കൂടുതലായി എക്സ്പ്ലെയിൻ ചെയ്യാത്ത. അതായത് എന്താ പറയുക, ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാല് അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോസ്റ്റ് ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കന്റ് പാർട്ടാണെന്ന് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, അത് കൂടുതലായിട്ടൊന്നും ക്ലിയർ ചെയ്യാനായിട്ടില്ല, അത്ര നിങ്ങൾ ഓർത്ത് വെക്കാം. മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആണ് ഈ പറഞ്ഞ ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്ന പ്രൊസീജിയർ. സെക്കൻഡ് പോയിന്റ് ഒന്ന് വായിക്കോ. ഇനി വായിക്കാത്തത് ആരാ? ഹലോ, എല്ലാവരും വായിച്ചാണോ? അല്ല വായിക്കാം. ഓക്കെ. The authentication should always be obvious at all stages of transfer, since it was the only legal report that the patient was transferred, so it must consist of the patient's condition, reason to transfer, names and designation of referring and receiving clinicians,
details and status of important signs before the transfer, clinical events during the transfer, and the treatment given. മീനിങ് എന്തെങ്കിലും ക്ലിയർ ആയോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ മീനിങ്? പറഞ്ഞു നോക്കട്ടോ, നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് നിങ്ങൾ ഓക്കെ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. നമ്മൾ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പ്രൊസീജിയറിനെ പറ്റിയിട്ടുള്ള എല്ലാ സ്റ്റേജുകളൊക്കെ ക്ലിയർ ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് മുൻപേ നമുക്ക് അതിനൊരു ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ആ സ്റ്റേജ് നമുക്ക് അറിയണം, ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെ വേണം ആ ഒരു പ്രൊസീജിയർ തുടങ്ങാൻ. സിൻസ് ഇറ്റ് വാസ് ദ ഓൺലി ലീഗൽ റിപ്പോർട്ട് ദാറ്റ് ദ പേഷ്യന്റ് വാസ് ട്രാൻസ്ഫേർഡ്. ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെതായിട്ടുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടറുടെ പെർമിഷൻ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ പെർമിഷൻ, അതാണ് ഞാൻ വിചാരിക്കുന്നു ലീഗൽ റിപ്പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നു. റിപ്പോർട്ട്സ് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, റിലേറ്റീവ്സ് ഭാഗത്തുനിന്ന് ഒരു രേഖാമൂലമുള്ള ഒരു റിപ്പോർട്ട് വേണം, പിന്നെ ഡോക്ടറിന്റെ ഭാഗത്തുനിന്ന് ഒരു ഡോക്യുമെന്റ് വേണം അല്ലെ. അപ്പോ ഇനി വരുന്ന ഒരു പേഷ്യന്റിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്, അതായത് കൈമാറ്റത്തിന്റെ, അതായത് നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എല്ലാ ഘട്ടങ്ങളിലും എന്താണ് എപ്പോഴും വ്യക്തമായിരിക്കണം. എല്ലാ സ്റ്റേജസും ട്രാൻസ്ഫറിന്റെ ഓരോ കാര്യങ്ങളും എന്തായിരിക്കണം, ക്ലിയർ ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം. നമ്മൾ ഇപ്പോ ആയിക്കോട്ടെ, എല്ലാം വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോ അതിൻ്റെതായിട്ടുള്ള എല്ലാത്തരം എപ്പോഴും എന്താണ് വ്യക്തമായിട്ടുള്ള പ്രൊസീജിയർ ആയിരിക്കണം അതിന് അല്ലെ. രോഗി അവസാനമായിട്ട് ട്രാൻസ്ഫർ ചെയ്ത ആ ഒരു ടൈമുകള്, പിന്നെ എന്താണ് ഇറ്റ് മസ്റ്റ് കൺസിസ്റ്റ് ചെയ്യുന്നത് പേഷ്യന്റ് കണ്ടീഷൻ അല്ലെ, ആ ഇപ്പോഴത്തെ നിലവിലുള്ള കണ്ടീഷൻ, പിന്നെ എന്താണ് പറയുന്നത് റീസൺ ടു ട്രാൻസ്ഫർ, ഇതിനു വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ അതിന്റെ ഡെസിഗ്നേഷൻ, റെഫറിംഗ് ആൻഡ് റിസീവിംഗ് ക്ലിനീഷ്യൻസ്, എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്ന ആ പ്രൊസീജിയർ, എന്തൊക്കെ കൊടുത്തു, അതിന്റെ സമ്മറി റിപ്പോർട്ട് അല്ലെ. ഡീറ്റെയിൽ ആൻഡ് സ്റ്റാറ്റസ് ഓഫ് ഇമ്പോർട്ടന്റ് സയൻസ് ബിഫോർ ദ ട്രാൻസ്ഫർ. ഇമ്പോർട്ടന്റ് സയൻസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞില്ലേ, ഡോക്ടറിന്റെ ഭാഗത്ത് ഡോക്ടർ എന്താണ് ഒരു റിട്ടേൺ ആയിട്ടുള്ള ഡോക്യുമെന്റ് കാര്യം അല്ലെ. പിന്നെ എന്താണ് പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന്റെ ഭാഗത്ത് സൈൻ ചെയ്തിട്ടുണ്ട്, അവരെഴുതിയൊരു റിപ്പോർട്ട് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷനിൽ പെടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. നിങ്ങളെ കൊണ്ട് തന്നെ ഓരോരുത്തരെ കൊണ്ട് പറഞ്ഞ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ ഒക്കെ കിട്ടുന്നില്ലേ, അല്ലെങ്കിൽ എപ്പോഴും ഞാനെന്തെങ്കിലും മീനിങ് പറയുമ്പോ നിങ്ങളും കൂടി ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ആവണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഓരോരുത്തരെ കൊണ്ട് വായിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് ആരാ വായിക്കുക? A standardized testimony should be used and sustained both for intra and inter-hospital transfer. These legal papers should be used for audit purposes for investigating the defects in the patient transfer. പറഞ്ഞോളൂ, മീനിങ് പറഞ്ഞോ. ഇപ്പോ ഇൻട്രാ ട്രാൻസ്ഫർ ആയാലും അല്ലെങ്കിൽ ഇന്റർ ട്രാൻസ്ഫർ ആയാലും അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ നമ്മൾ അഡ്മിറ്റ് ആണ്, അല്ലെങ്കിൽ എന്ത് ട്രാൻസ്ഫർ ആയാലും നമുക്കൊരു ടെസ്റ്റിമണി മീൻസ് ഒരു സാക്ഷ്യപത്രം ആവശ്യമാണെന്നാണ് പറയുന്നത്. കാരണം ട്രാൻസ്ഫർ സമയത്തോ അങ്ങനെ എന്തെങ്കിലും സമയത്ത് എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ അതെന്താണെന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നിയമപരമായിട്ടുള്ള ഈ ഒരു ടെസ്റ്റിമണി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വെരി ഗുഡ്, നല്ല രീതിയിൽ പറഞ്ഞോ, നല്ല ക്ലിയർ ആയല്ലോ എല്ലാവർക്കും. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ? നല്ല രീതിയിൽ പറഞ്ഞോ. ഓക്കെ, അപ്പോ അല്ലെ, അതായത് നമ്മൾ പറഞ്ഞു ടെസ്റ്റ് മണി പ്രതീക്ഷിക്കുന്നത് ഇതുപോലെ ഒരു സാക്ഷ്യപത്രം നമ്മൾ പറഞ്ഞില്ലേ, ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന്റെ ഭാഗത്തു നിന്നൊക്കെ രേഖാമൂലമുള്ള എഴുതി വാങ്ങിക്കുന്നത്. അപ്പൊ അതിനൊക്കെ കാരണങ്ങളുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു പ്രൊസീജിയറിന് വേണ്ടി മാത്രമല്ല അങ്ങനെ എഴുതി വാങ്ങിക്കുന്നത് കേട്ടോ. അതായത് അപാകതകളൊക്കെ അന്വേഷിക്കുന്നതിനും അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ളൊരു ഓഡിറ്റിനൊക്കെ ഉപയോഗിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള രേഖാമൂലമുള്ള പേപ്പേഴ്സ് ഒക്കെ നിർമ്മിക്കുന്നത് ചെയ്യുന്നത് കേട്ടോ. ആ ടൈമില് എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡിഫക്ട്സ് ഒന്നും വരാൻ പാടില്ല. അതൊക്കെ മുൻകൂട്ടി അതിനുള്ള പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ടാണ് മുൻകൂട്ടി തന്നെ ഇങ്ങനെയുള്ള റിട്ടേൺ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി അല്ലെങ്കിൽ സൈൻ ചെയ്തിട്ട് വാങ്ങിക്കുന്നത്. ഓക്കെ, ഇനി ഫോർത്ത് പോയിന്റ്, ഇത് വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും നമ്മുടെ ഇതിനകത്ത് ചൂടാകണം കേട്ടോ. അഭിനന്ദ, ഓക്കെ, വായിച്ചു. There should be an official handling over at the receiving facility
between the transferring team and the receiving team, who include the doctors and nurses. The different reports of clinical investigations and diagnostic studies should be transferred to the acquiring team. എന്താ മനസ്സിലായത്? നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ അതുപോലെ പറഞ്ഞു കേട്ടോ. കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ചിലപ്പോ എല്ലാവർക്കും പറയാൻ പറ്റില്ല അല്ലെ, പക്ഷെ കുഴപ്പമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലായത് അത് പറഞ്ഞു, അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ടീം അതായത് ഡോക്ടേഴ്സ് റിസീവിംഗ് ടീമും അതേപോലെ ട്രാൻസ്ഫറിംഗ് ടീമും ഉണ്ടായിരിക്കും. അവർ അതില് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ആയിരിക്കും കൂടുതൽ. അതില് ഒരു പേഷ്യന്റിന്റെ എല്ലാ റിപ്പോർട്ട്സും, അത് ക്ലിനിക്കൽ റിപ്പോർട്ട്സ്, ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്സ് എല്ലാം ഉണ്ടായിരിക്കും അതില്. അതെല്ലാം ഈ ടീം പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണെന്ന് പറഞ്ഞത്. നോക്കാൻ നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോ ഇവിടുത്തെ ആ ഹോസ്പിറ്റലില് നമ്മൾ ഇവിടുന്ന് ഒരു കൂടെ ആരെങ്കിലും നേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ എക്സ്ട്രാ അല്ലെങ്കിൽ പാരാമെഡിക്കൽ അങ്ങനെയുള്ള ഒരു ആരെങ്കിലും ഹെൽപ്പായിട്ട് പോകുന്നു പറഞ്ഞില്ലേ. അപ്പോ ഈ ആളെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് വരെ അവര് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നിട്ട് അത് അവര് തമ്മില് അല്ല, അതായത് ട്രാൻസ്ഫറിംഗ് ടീമും റിസീവിംഗ് ടീമും, സ്വീകരിക്കുന്ന ആ ഒരു ഹോസ്പിറ്റലിലെ ടീമും അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഏത് ഹോസ്പിറ്റലിൽ നിന്നാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഒരു ടീമും തമ്മിൽ ഒരു എന്താ പറയാ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. എന്നാൽ മാത്രമല്ലേ തുടർ ചികിത്സ നടക്കുള്ളൂ അല്ലെ. അപ്പൊ അതിനകത്ത് ഉൾപ്പെടുന്ന വ്യക്തികളാണ് ഈ പറഞ്ഞ ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സസ് ഉണ്ടാവും അല്ലെ. അപ്പോ അങ്ങനെയുള്ള അവര് തമ്മിൽ എന്താണ് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് തന്നെയുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരിക്കണം അല്ലെ. ഇനി ഇവിടെയുള്ള അവരുടെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്, ആ ഒരു രോഗിയുടെ ക്ലിനിക്കൽ ആയിട്ടുള്ള റിപ്പോർട്ട്സും ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസ് അല്ലെ, രോഗിയെ കുറിച്ച് ഇത്രയും നാളെ എത്ര ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുത്തു, അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള കൂടുതലായിട്ടുള്ള സമ്മറിയില്ലേ, നമ്മൾ പറഞ്ഞില്ലേ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും രോഗിയുടെ എഴുതുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമ്മറി ഡീറ്റെയിൽസും ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സും ഇതൊക്കെ എന്ത് ചെയ്യണം? ഷുഡ് ബി ട്രാൻസ്ഫർഡ് ടു അക്യൂറിംഗ് ടീം. അക്യൂറിംഗ് ടീം എന്നോട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഹോസ്പിറ്റലിലെ അവിടുത്തെ ടീമിനെല്ലാം ഭദ്രമായിട്ട് നല്ല സെറ്റ് ആയിട്ടായിട്ട് എന്ത് ചെയ്യുക? ഏൽപ്പിക്കുക. ഡോക്ടേഴ്സ്, നഴ്സസ് ഉൾപ്പെടുന്ന റിസീവിംഗ് ടീമും ട്രാൻസ്ഫർ ടീമും എന്തായിരിക്കണം? അവർക്കൊരു ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വേണം. ഇത്രയും കാര്യങ്ങളാണ് ഡോക്യുമെന്റേഷനിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? 4 പോയിന്റ് ആണ് നമ്മള് മുന്നേ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഒക്കെ തന്നെയാണ് ഏകദേശം വരുന്നത് കേട്ടോ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ വരുന്നത് കേട്ടോ. ഇവിടെ വെച്ച് ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്നാണ് ചാപ്റ്റർ. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളും കൂടി കുറച്ച് പറഞ്ഞപ്പോ നിങ്ങൾ ഒരു ക്ലിയർ ഐഡിയ ഒക്കെ കിട്ടിയില്ലേ? നിങ്ങളും കൂടി ഓരോ പോയിന്റ് ഓരോരുത്തരെ കൊണ്ട് ഞാൻ ഓരോ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും പറ്റുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വരുന്ന നെക്സ്റ്റ് ക്ലാസ്സുകളിൽ കുറച്ചും കൂടി ഞാൻ നിങ്ങളെയും കൂടി അല്ലെ. ഇപ്പൊ ടീച്ചർ തന്നെ വായിക്കുമ്പോ ചിലപ്പോ പലവരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അല്ലെ, നമുക്ക് അറിയില്ല. ശ്രദ്ധിക്കുന്നുണ്ടാവും, എല്ലാവരും എല്ലാം പറയണത്. ചിലപ്പോ നമുക്ക് വേറെ ഏതെങ്കിലും പെട്ടെന്ന് നമ്മുടെ മൈൻഡൊക്കെ മാറും അല്ലെ. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് കൂടി കുറച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ പോയിന്റ് വായിച്ച് നിങ്ങളെ കൊണ്ട് തന്നെ കുറച്ച് പറയപ്പെടുന്നത്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്താണോ അതുപോലെ പറയാം കേട്ടോ. എല്ലാവർക്കും ഒരേപോലെ ക്ലിയർ ആവണമെന്നില്ലല്ലോ. അപ്പോ നമ്മളുടേതായ എങ്ങനെയാണോ അപ്പൊ നിങ്ങൾക്ക് ആ പോയിന്റ് പിന്നെ നിങ്ങൾ ഒരിക്കലും അത് മറക്കില്ല. ഓക്കെ, നമ്മളുടെ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ഇവിടെ ഇത്രയും ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്റർ വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കട്ടെ? റെഡിയാണോ? റെഡിയാണ് മാം. ഞാൻ ഓരോരുത്തരുടായിട്ട് ചോദിക്കാട്ടാ. ചോദിക്കുന്നവർ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോ പാഠങ്ങൾ കഴിയുമ്പോൾ അതുപോലെ തന്നെ പെട്ടെന്ന് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടില്ലല്ലോ. എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കുമ്പോഴല്ലേ ബുദ്ധിമുട്ട് വരിക. ഓക്കെ, ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻസ് കേട്ടാ, എളുപ്പമുള്ളതാണ്, ചോദിക്കാം. നമുക്ക് ഇന്ന് ഈ പാഠം ഒന്ന് പഠിച്ചു പോവാം കേട്ടോ. ഓക്കെ,
ഫ്രം ജനറൽ വാർഡ് ടു ICU. ഇതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഇത് വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ, ഏത് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ ആണെന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഫ്രം ജനറൽ വാർഡ് ടു ICU. Internal transfer. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം, അപ്പൊ അവന് മാത്രം ആൻസർ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, GCS. എന്താണ് GCS കേട്ടോ? ഓക്കെ, പ്രിയ പോൾ പറയാമോ? പ്രിയ, ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടോ എല്ലാവരും? കേൾക്കുന്നുണ്ട് മാം. കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാ നെക്സ്റ്റ് പറയാൻ പറ്റുമോ? Glasgow comma scale. Glass comma scale. ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. ഇനി നെക്സ്റ്റ്, the patient who are more likely to get benefit from air transport. എയർ ട്രാൻസ്പോർട്ട് എങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെയാണ് ബെനിഫിറ്റബിൾ ആയിട്ടുള്ളത്? ഓക്കെ, ആരെങ്കിലും ഒരാൾ പറഞ്ഞോ. Organ transplant. ഓക്കെ, Patients with trauma. Chest injuries. Severe myocardial Medical or surgical patients. Trauma patients. myocardial Okay. infarction. ഓക്കെ, Trauma patients. ഓക്കെ ഓക്കെ, വെരി ഗുഡ് കേട്ടോ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട് ക്ലാസ്സിലല്ലേ? ഓക്കെ, ഇതിനായിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് നിങ്ങളോട്. ഇനി നമ്മള് പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻസില് 4 ടൈപ്പുകൾ പറഞ്ഞായിരുന്നു. A, B, C and D. ആർക്ക് പറയാൻ പറ്റും? പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. A, B, C, D ഏതൊക്കെയാണ്? Airway, breathing, circulation. നിങ്ങൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് പറയുമ്പോൾ നമുക്കത് ക്ലിയർ ആവുന്നില്ലല്ലോ. ഓക്കെ, എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ, പിന്നെ ഏതാണ്? ഡിസബിലിറ്റിയോ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ നെക്സ്റ്റ് പറഞ്ഞായിരുന്നു 4 ലെവൽസ് അല്ലെ? 0 ലെവൽ, ലെവൽ 1, 2 and 3 and 4 അല്ലെ? ഇനി ലെവൽ 3യിലുള്ള പേഷ്യൻസിന്റെ സിറ്റുവേഷൻ എന്തായിരിക്കും? ലെവൽ 3 ആരായാലും പറയാത്ത ആളുകളൊക്കെ വ്യക്തം പറയൂ. Patient needed advanced respiratory care during ഓക്കെ, രണ്ട് ഓർഗൻസും ഡാമേജ് ആയിരിക്കും. രണ്ട് ഓർഗൻസ് Last 2 failing organ system. ലെവൽ 0 സിറ്റുവേഷൻ ഏതാണ്? Levels of ward in hospital. Ward in hospital. ലെവൽ 2 Risk of നിങ്ങൾ ഒരാൾ ആൻസർ പറയുമ്പോൾ ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഒരാൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ളവർ മ്യൂട്ട് ചെയ്യുക. ഓക്കെ, പറഞ്ഞോ. ലെവൽ 2 failure of single ഓക്കെ, പേഷ്യന്റിന്റെ സിംഗിൾ ഓർഗൻസിനെ പറ്റിയാണ് പറയുന്നത് അല്ലെ? ഇനി നമ്മൾ പറഞ്ഞു എന്താണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എങ്ങനെയുള്ള സിറ്റുവേഷൻ ആണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്? ആരുല്ലേ പറയാൻ? അധികം ക്രിട്ടിക്കൽ Adequate staff and monitoring devices
These ambulance are conditioned with monitoring devices to transport patients. ഓക്കെ ലൈഫ് ത്രെട്ടനിങ് അല്ല ലൈഫ് ലൈഫ് ത്രെട്ടനിങ് അല്ലാത്ത നോർമലി കണ്ടീഷനിൽ പോകുന്നവരെയാണ് നമ്മൾ ബേസിക് മെയിൻ ആയിട്ട് ആ ആയിട്ടുള്ള ഒരു പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതായത് ക്രിട്ടിക്കൽ അത്ര ക്രിട്ടിക്കൽ അല്ലാത്തൊരു സിറ്റുവേഷൻ അങ്ങനെ ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഏത് സിറ്റുവേഷൻ ആണ് അഡ്വാൻസ്ഡ് ഉപയോഗിക്കുക? ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ളതായാലും Cardiac monitoring, cardiac monitoring, adequate staff required. എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലെ. ഇനി നെക്സ്റ്റ് നമ്മള് ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി പറഞ്ഞു. ഒരു ട്രാൻസ്ഫർ ചെയ്യുന്ന ആ സമയത്ത് അല്ലെ, ആ ഒരു കൈമാറ്റം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്? ഒരാളൊന്ന് പറയാട്ടോ പോയിന്റ്, ബാക്കിയുള്ളവരൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആരാ പറയുന്നത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? Written declaration from the doctor. ഓരോരുത്തരായിട്ട് പറഞ്ഞാലേ. ഓക്കെ, Written declaration is required from the doctor. ഓക്കെ, ഡോക്ടറുടെ ഒരു റിട്ടേൺ ആയിട്ടുള്ള Declaration ഉണ്ടാണ്. നെക്സ്റ്റ് പേഷ്യൻസിന്റെ നെക്സ്റ്റ് ഒരാൾ പറഞ്ഞു intimate patient and relatives, റിലേറ്റീവ്സിന്റെ ഒരു റിട്ടേൺ ഡോക്യുമെന്റ് വേണം. പിന്നെ എന്തൊക്കെ വേണം? ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ ഡോക്യുമെന്റേഷനില്. ഓരോ intimate the What staff or patient is transferred. ഓക്കെ, വാർഡിന്റെ വേണം, വാർഡ് സിസ്റ്റർ recording the important signs, extra medicine, The chart for the complete recording of important signs, nursing care and treatment. ഓക്കെ, പിന്നെ gather patient X-ray medicine and another belongs. X-ray medicine എല്ലാം റെക്കോർഡ്സും കൊണ്ടുപോകണം. റെക്കോർഡ്സ് വേണം. പിന്നെ എന്തൊക്കെ വേണം? കുറെ make arranging to going another hospital. ഹോസ്പിറ്റൽ ബില്ല് പേ ചെയ്യാന്. പിന്നെ ബില്ലിന്റെ കാര്യം പറഞ്ഞില്ലേ? അത് പറഞ്ഞില്ലല്ലോ. ആ പോയിന്റ് ആരും ബിൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഡ്യൂ ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ ബില്ലൊക്കെ ക്ലിയർ ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു മെത്തേഡ് ഓഫ് ട്രാൻസ്പോർട്ട്. ഒത്തിരി പോയിന്റ്സ് വിട്ടുപോയി പോയിന്റ്സ്. Oral report. ഓറൽ റിപ്പോർട്ട് വേണം. പിന്നെന്താ പറയുന്നത്? Transportation to new room, ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു പുതിയ വാർഡിലേക്ക് പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ അത് ഡയറ്റിനെ അറിയിക്കാം. അതെ, ആ പോയിന്റ് ഒക്കെ പേഷ്യൻസിന് വീൽ ചെയറും സ്ട്രെച്ചേഴ്സും ആവശ്യമാണെങ്കിൽ അത് കൊടുക്കണം. അതെ. ഓക്കെ, നെക്സ്റ്റ് ഓരോ പോയിന്റുകൾ വരത്തുള്ളൂ. ഇപ്പൊ ഇത് നമ്മൾ എന്ത് പറഞ്ഞു? ന്യൂ യൂണിറ്റിൽ റിപ്പോർട്ട് ചെയ്യണം. ഓറൽ റിപ്പോർട്ട് വരുമ്പോ റിപ്പോർട്ട് ചെയ്യുക. പിന്നെ ക്ലീൻ ആക്കേണ്ട കാര്യം പറഞ്ഞില്ലേ? ആ പോയിന്റ് പറഞ്ഞില്ലല്ലോ. clean unit where patient was admitted, keep ready patient after. ക്ലീൻ ചെയ്യണം അല്ലെ? ഇത്രയും പുതിയ യൂണിറ്റിലോട്ട് പോകുമ്പോൾ അഡ്മിഷൻ പ്രൊസീജിയർ എല്ലാം സെയിം ആയിരിക്കും. സെയിം ആയിരിക്കും അല്ലെ? എങ്ങനെയാണോ ട്രാൻസ്ഫർ ചെയ്ത അല്ലെങ്കിൽ ഡിസ്ചാർജ് പ്രൊസീജിയർ അതുപോലെ തന്നെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. പുതിയൊരു അല്ലെങ്കിൽ ന്യൂ യൂണിറ്റിലേക്ക് വരുമ്പോൾ സെയിം പ്രൊസീജിയർ. ഓക്കെ, നേഴ്സിനെ ഇൻഫോം ചെയ്യണം പുതിയ ഇൻഫോം ചെയ്യണം അല്ലെ? നമ്മൾ വരുമ്പോ ഇൻഫോം ചെയ്യുക. പിന്നെ ഓറൽ ആയിട്ടുള്ളത് കൊടുക്കുക. പിന്നെ എന്താണ് ഡോക്യുമെന്റേഷൻ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? ഇൻക്ലൂഡിങ് കെയർ പ്ലാൻ ഇസ് കംപ്ലീറ്റഡ് ആണോ, എല്ലാ ഡോക്യുമെന്റും അല്ലെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? വെൽ സെറ്റഡ് ആണോ അല്ലെങ്കിൽ കംപ്ലീറ്റഡ് ആണോ, ബിൽ പേയ്മെന്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക? സെറ്റ് ചെയ്യുക. പിന്നെ എന്താ പറയുക? പിന്നെ ഇവാലുവേറ്റ് മെത്തേഡ് ഓഫ് ട്രാൻസ്പോർട്ട്, ഏത് തരത്തിലുള്ള ട്രാൻസ്പോർട്ട് ആണ് ആവശ്യങ്ങളൊക്കെ തീരുമാനിക്കുക. പിന്നെ ഇമ്പോർട്ടന്റ് സയൻസും നഴ്സിംഗ് കെയർ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുക അല്ലെ? നിങ്ങൾ പറഞ്ഞു ഒരുവിധം എല്ലാ പോയിന്റ്സും നല്ല രീതിയിൽ പറഞ്ഞിട്ട് എല്ലാവരും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്നുള്ള ചാപ്റ്ററിൽ വരുന്നത് അല്ലെ? എന്തെങ്കിലും ഐഡിയ ഒക്കെ കിട്ടിക്കാണൂല്ലോ എല്ലാവർക്കും ഇപ്പോ അല്ലെ? ഒന്നും പറയാത്ത തരത്തിൽ ആരും ഇല്ലല്ലോ. എല്ലാവർക്കും ഒരു ഐഡിയ ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ് മാം. എല്ലാം മനസ്സിലായി. എല്ലാം മനസ്സിലായി. ക്ലിയർ ആണ് മാം. എല്ലാം മനസ്സിലായി. ക്ലിയർ ആണ്.
ഓക്കെ ഓക്കെ. അപ്പൊ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റേഷൻ ചെയ്യുന്നത്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് ബോറായിട്ട് തോന്നാം, പക്ഷെ അത് റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് ഓർമ്മയിൽ നിൽക്കുള്ളൂ കേട്ടോ. ഓക്കെ, ഒരു നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ ആയിട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ ഇത്രയും നല്ലപോലെ പഠിക്കുക. ഇനിയും എന്തെങ്കിലും പഠിക്കാനായിട്ടുള്ളവര് നല്ല രീതിയിൽ അതൊന്ന് പഠിക്കാം കേട്ടോ. അപ്പൊ ഇത് കുറച്ച് തോട്ട് പ്രോബ്ലം ഉണ്ട്. വന്നിട്ട് ക്ലാസ് മോക്ക് ടെസ്റ്റ് ഉണ്ടാവില്ലേ? മോക്ക് ടെസ്റ്റ് ഇടും കേട്ടോ. മാം നെക്സ്റ്റ് ചാപ്റ്റർ ഏതാ? ഓക്കെ, ക്ലാസ് നെക്സ്റ്റ് നമ്മൾ എടുത്തിട്ടില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുള്ളൂ കേട്ടോ അത്. ഓക്കെ, നമ്മൾ ഏതാണെന്നൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. Thank you, ma'am. താങ്ക് യു മാം.